ഗുഡ് ഈവനിങ് മാറ്റിനി പ്രേമിനാഥക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ ചൊവ്വാഴ്ച ദിവസം നമ്മൾ കഥയിലുമുണ്ടൊരു കാര്യം സ്റ്റോറി തെറാപ്പിയാണ്. അപ്പോൾ ഇന്ന് സ്റ്റോറി പറയുന്നത് സ്നേഹദാമാണ്. നമ്മളെല്ലാവരെയും സ്വാഗതം ചെയ്തു. വെൽക്കം സ്നേഹദാമാം. സ്നേഹദാമാം, യുവർ വെൽക്കം. പ്രിയപ്പെട്ട സാബു സാർ, ഇങ്ങനെ ഒരു കഥ പറയാൻ അവസരം തന്നതിന് ആദ്യമായി സാറിന് എൻ്റെ നന്ദി അറിയിക്കുന്നു. വിനീതമായ നമസ്കാരം. പിന്നെ ഇത് കേൾക്കാൻ താല്പര്യപ്പെട്ടു വന്നിരിക്കുന്ന എല്ലാവരുടെയും പേരറിയാത്തതുകൊണ്ടാണ് പറയാത്തത്. ജോഷി സാർ, വിശ്രാമ, അങ്ങനെ 2-3 പേരുടെ പേരൊക്കെ അറിയാവുള്ളൂ. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഇന്ന് ഞാൻ പറയണമെന്ന് വിചാരിക്കുന്ന കഥ കാട്ടിലേക്ക് പോകല്ലേ കുഞ്ഞെ എന്നുള്ള കഥയാണ്. അത് എഴുതിയത് ശിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ്. അദ്ദേഹത്തെ കുറിച്ച് 1963 കണ്ണൂർ ജില്ലയിലെ പൊയ്ത്തുംകടവിൽ ജനനം. ആധുനിക കഥാകൃത്തുക്കളിൽ ശ്രദ്ധേയൻ. മഞ്ഞുകാലം, ആർക്കും വേണ്ടാത്ത ഒരു കണ്ണ്, മലബാർ എക്സ്പ്രസ്, ഈർച്ച എന്ന നോവലറ്റ്, ഇവയൊക്കെയാണ് പ്രധാന കൃതികൾ. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ നാട് കണ്ണൂരാണ്. അപ്പൊ ഇവിടെ കണ്ണൂരുകാരെങ്കിലും കാണുമായിരിക്കും. കണ്ണൂര്, പിന്നെ താമസം തൃശ്ശൂരുമാണ്. തറവാടാണ് കണ്ണൂര്. അപ്പൊ തറവാട്ടിലെ ഒരു കഥ പറയുന്നത് പോലെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. വൈക്കം മുഹമ്മദ് ബഷീർ സ്വന്തം കഥ പറയുന്നത് പോലെ, സ്വന്തം കഥ പോലെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ കഥ പറയാൻ തുടങ്ങുകയാണ് ഞാൻ. അദ്ദേഹത്തിന്റെ വീട് ഒരു കുന്നിൻ ചരിവിലാണ്. പള്ളിക്കുന്നെന്നാണ് ആ കുന്നിന്റെ പേര്. കുന്നിനെ മണ്ണുമാന്തി യന്ത്രം ആക്രമിച്ച് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു. കുന്നിനപ്പുറം സുകുമാർ അഴീക്കോടിന്റെ നാടാണ്. അദ്ദേഹത്തിന്റെ ഉമ്മ കോഴികളെ ഓമനിച്ചു വളർത്തുന്നു. അദ്ദേഹം തറവാട്ടിൽ ചെല്ലുമ്പോൾ ഉമ്മ ദുഃഖിച്ചിരിപ്പാണ്. എന്താണെന്ന് ചോദിച്ചപ്പോ മൂത്ത ഇത്ത പറഞ്ഞു ഉമ്മയ്ക്ക് നൊസ്സാണെന്ന്. എന്നാലും അദ്ദേഹം ഉമ്മായുടെ അടുത്ത് ചെന്നു. അപ്പൊ ഉമ്മ പറഞ്ഞു ഉമ്മായുടെ ആമിന എന്ന കോഴിയെ കുറുക്കം പിടിച്ചുകൊണ്ടുപോയി. അതിന്റെ വേദനയിലാണ് ഉമ്മ. ആഹാരം പോലും കഴിക്കാതിരിക്കുകയാണ്. അത് ഒരു നല്ല നാടൻ കോഴിയായിരുന്നു. അങ്ങനെ ആമിനയെ കുറിച്ചുള്ള ഒരുപാട് കഥകൾ ഉമ്മ പറയുന്നു. ഉമ്മ വീണ്ടും കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങിക്കുന്നു. അവയെ ഓമനിച്ച് വളർത്തുന്നു. പക്ഷെ അതൊക്കെ മെഷീൻ കോഴികളാണെന്നാണ് ഉമ്മ പറയുന്നത്. ഹാച്ചറി വിരിച്ചുണ്ടാക്കുന്ന കോഴികളെ ഒന്നും ഉമ്മയ്ക്ക് ഇഷ്ടമല്ല. അത് മെഷീൻ കോഴികളാണ്. മെഷീൻ കോഴികളെ കുറിച്ചുള്ള ഉമ്മയുടെ വാക്കുകളാണ് രസകരം. ഈ ദുനിയാവിനോട് മുഴുവൻ ഒരു പുച്ഛമുണ്ടാകും മുഖത്ത്. തനിക്കറിയാത്തതായി ഒന്നുമില്ലെന്ന് വിചാരിക്കും പാവം. അശ്രദ്ധമായ നടക്കലും കുതിക്കലും കഴുത്ത് വെട്ടിക്കലും. എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയില്ല. ഉമ്മ കോഴിക്കുഞ്ഞുങ്ങളെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് തോന്നും ഇത് ഇപ്പോഴത്തെ മനുഷ്യരെ കുറിച്ച് കൂടിയാണോ എന്ന്. പിന്നെ ഒരു കഥാപാത്രം ഡോർ ടു ഡോർ ഡെലിവറിക്ക് വരുന്ന ഒരാളാണ്. അയാളോട് ഉമ്മ ചോദിക്കുന്നു. അയാൾ വളരെ ഇംഗ്ലീഷിലൊക്കെ പറഞ്ഞുകൊണ്ട് തുടങ്ങുമ്പോൾ ഉമ്മ ചോദിക്കുന്നു പല്ല് തേക്കരുതെന്ന് കമ്പനി പറഞ്ഞിട്ടുണ്ടോ എന്ന്. എന്നിട്ട് അദ്ദേഹം ഒരു ഇസ്തിരിപ്പെട്ടിക്ക് 250 രൂപ വില പറയുന്നു. ഉമ്മ പറയുന്നു 60. കേൾക്കാമോ സാർ? മാമിന്റെ മുഖം ശരിക്കും കാണുന്നില്ല. ഒന്ന് സ്വല്പം മൊബൈൽ ഒന്ന് കാത്തു വരും. ഓക്കെ. അപ്പോ ഉമ്മ പറയുന്നു ഒരു സാധനത്തിന് വാങ്ങുന്നവരാണ് വിലയിടേണ്ടത്, അല്ലാതെ കമ്പനിയല്ല എന്നൊക്കെ പറഞ്ഞ് അവസാനം ഉമ്മ അത് 60 രൂപയ്ക്ക് വാങ്ങുന്നു. എന്നിട്ട് അവനോട് അവന്റെ വീട്ടുകാര്യങ്ങൾ തിരക്കുന്നു. അപ്പൊ അവൻ പറഞ്ഞു അവന്റെ അച്ഛനും അമ്മയും നേരത്തെ മരിച്ചുപോയി. അപ്പൊ ചോദിച്ചു നീ മംഗലം കഴിച്ചിട്ടില്ലേ? അവൻ പറഞ്ഞു കഴിച്ചു. ലവ് മാരേജ് ആണ്. ഞാൻ ഹിന്ദു, അവള് ക്രിസ്ത്യൻ. അപ്പൊ ഉമ്മ പറയുന്നു അപ്പൊ നിന്റെ കുഞ്ഞുങ്ങളുണ്ടാകുമ്പോ നീ മുസ്ലിമായിട്ട് വളർത്തണമെന്ന്. അപ്പൊ അവൻ ചോദിക്കുന്നു അതെന്തിനാ? അപ്പൊ ഉമ്മ പറയാ അപ്പം വീട്ടില് ഹിന്ദുവായി, ക്രിസ്ത്യനായി, മുസ്ലിമായി, പിന്നെ കലാപത്തിന് പുറത്തുനിന്ന് ആരെയും വിളിച്ചു കയറ്റുണ്ടല്ലോ, നാട്ടില് മുഴുവനും കലാപമല്ലേ എന്നാണ് ഉമ്മ പറയുന്നത്. എന്നിട്ട് കുഞ്ഞിന് എത്ര വയസ്സായെന്ന് ചോദിക്കുന്നു. അപ്പൊ അവൻ പറയുന്നു അടുത്ത ആഴ്ച കുഞ്ഞിന്റെ 1ാം പിറന്നാളാണ്, അടുത്ത ചൊവ്വാഴ്ച. അപ്പൊ ഉമ്മ അവന്
കുഞ്ഞിന് ഉടുപ്പ് വാങ്ങിക്കാൻ 200 രൂപ കൊടുക്കുന്നു. അപ്പൊ അവൻ കരഞ്ഞു പോകുന്നു. ഇതാണ് ഒരു കഥാപാത്രം. പിന്നെ കരിനാക്ക് നബീസ എന്ന ഒരു കഥാപാത്രമുണ്ട്. കരിനാക്ക് നബീസ വരുന്നെന്ന് മനസ്സിലായാൽ ഉടനെ ഉമ്മ കോഴിക്കുഞ്ഞുങ്ങളെല്ലാം കൂട്ടിനകത്താക്കി മൂടി വെക്കും. കരിനാക്കും കണ്ണീറും കൊണ്ട് ഒരുപാട് അനുഭവിച്ചവളാണ് ഉമ്മ എന്നാണ് ഉമ്മ പറയുന്നത്. ഇതൊക്കെ ഉമ്മയുടെ അന്ധവിശ്വാസമാണ് എന്ന് മകൻ പറയുമ്പോൾ ഉമ്മ പറയുന്നു, നിനക്കറിയാൻ മേല, കരിനാക്കും കണ്ണീറും കൊണ്ട് ഒരുപാട് അനുഭവിച്ചവളാ ഞാൻ. പെട്ടെന്ന് ഉമ്മ ഓർമ്മയുടെ കണ്ണീർ കയങ്ങളിൽ മുങ്ങും. എത്തേണ്ട സമയമായിട്ടും എത്താത്ത മക്കൾ. ആ കാലവർഷത്തിലെ ബോട്ടപകടത്തിൽ ഉമ്മയ്ക്ക് തൻ്റെ 3 മക്കളെയാണ് നഷ്ടപ്പെട്ടത്. അതിന് ഉമ്മ കരിനാക്ക് നബീസയെ പ്രാഗി 5 പേരും കൂടി ഓള മുമ്പിൽ പോയി പെടരുതെന്ന് എത്ര വട്ടം പറഞ്ഞതാ ഞാൻ. ഓള കണ്ണിൽ പരുന്ത്, എന്റെ റബ്ബേ നീ എന്നെ അങ്ങ് കൊന്നതാ. ഇങ്ങനെയൊക്കെ കരിനാക്ക് നബീസയെ പ്രാകുമെങ്കിലും കരിനാക്ക് നബീസ വീട്ടിൽ വന്നു പോകുമ്പോഴൊക്കെ ഉമ്മ അവൾക്ക് ചായയും പലഹാരങ്ങളും ഒക്കെ കൊടുക്കും, വർത്തമാനവും പറയും. പിന്നെ പോയി കഴിയുമ്പോൾ ഒരു കാര്യം ചെയ്യും. ഉണക്കമുളക്, കടുക് എന്നിവ ഒരു കടലാസിൽ കിഴികെട്ടി ഞങ്ങളുടെ തലയ്ക്ക് മുകളിലൂടെ ഒഴിഞ്ഞ് അടുപ്പിലിടും. അടുപ്പിൽ നിന്ന് പടപട പൊട്ടുന്നത് കേൾക്കുമ്പോൾ പറയും, കണ്ടില്ലേ ഓള കണ്ണീറിന്റെ കടുപ്പം. പിന്നെ ഒരു കഥാപാത്രമാണ് കരീം എന്ന കാർപ്പറ്റ് കച്ചവടക്കാരൻ. അയാൾ ഒരു ചുവന്ന ചവിട്ടി ഉമ്മയ്ക്ക് കൊടുത്തു. വില ഉമ്മ ചോദിച്ചപ്പോ പറഞ്ഞു 100 റുപ്യ. ഉമ്മ ചോദിച്ചു, ഒട്ടും വില കുറയ്ക്കില്ലേ? ഞാനൊരു 30 റുപ്യ തരും, നീ അതുകൊണ്ട് കബൂലാക്കണം. ഉമ്മയെ അമ്പരപ്പിച്ചുകൊണ്ട് കരീം ആ ചവിട്ടി 30 രൂപയ്ക്ക് വിറ്റു. എന്നിട്ട് ഉമ്മയോട് ചോദിച്ചു, കഥകൾ എഴുതുന്ന എന്റെ വീട് എവിടെയാണെന്ന്. അപ്പൊ ഉമ്മ പറഞ്ഞു, ഇത് തന്നെയാ വീട്, നിന്റെ മോനാ. പക്ഷെ ഓനിപ്പം തൃശ്ശൂരാ. കരീമിന് വിശ്വസിക്കാനായില്ല. കക്ഷീന്റെ കഥകളൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ്. ഞാൻ മൂപ്പരുടെ ഒരു ആരാധകനാ. അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനായി ആരുമില്ല മോനെ എന്നാണ് ഉമ്മയുടെ മറുപടി. പേപ്പറിലെ മൂപ്പരുടെ ഫോട്ടോയൊക്കെ കാണുമ്പോൾ ഉമ്മയ്ക്ക് സന്തോഷം തോന്നൂലേ എന്ന ചോദ്യത്തിന് ഇല്ല, ഓന്റെ കാര്യം ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നോർത്ത് സങ്കടം വരും. അപ്പോ കരീം ചോദിച്ചു, അതെന്താ ഉമ്മ? നാട് കേളിയും വീട് പട്ടിണിയും എന്ന് കേട്ടിട്ടില്ലേ എന്ന് ഉമ്മ പറയുന്നു. അപ്പോ കരീം പറയുന്നു, മൂപ്പരുടെ കഥാപുസ്തകം കോളേജിലൊക്കെ ഒരുപാട് പേര് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഉമ്മയുടെ മറുപടി ഇങ്ങനെയാണ്, ഒരു തെങ്ങില് കയറാൻ കൂടി അറിയാത്ത ഓൻ ഇക്കണ്ട കുട്ടികളെയൊക്കെ എന്ത് പഠിപ്പിക്കാനാ? അല്ലാഹു തആല എല്ലാ ആപത്തുകളിൽ നിന്ന് നമ്മളെ എല്ലാം കാത്തു രക്ഷിക്കുമാറാകട്ടെ എന്നാണ് ഉമ്മയുടെ മറുപടി. ഒരിക്കൽ മകൻ വീട്ടിലെത്തിയപ്പോ ഉമ്മ പറഞ്ഞു, നിന്റെ തൃശ്ശൂരിലെ നല്ല നാടൻ കോഴിയെ കിട്ടുമെന്ന് തെങ്ങേ കയറുന്ന തോമസിന്റെ കൂടെ ഒളിച്ചോടിയ റോസമ്മ പറഞ്ഞു. ഓള് തൃശ്ശൂരിലാണല്ലോ. മകന് ഉമ്മയുടെ ഉദ്ദേശം മനസ്സിലായി. ഉമ്മ അത്തവണ മകന്റെ കൂടെ തൃശ്ശൂരിലെ വീട്ടിലേക്ക് പോകുന്നു. തിരിച്ചു വരുമ്പോൾ തന്ത്രപൂർവം 2 നാടൻ കോഴികളെ പെട്ടിയിലാക്കി എടുക്കുന്നു. എന്നിട്ട് മകനോട് പറയുന്നു, നീ ദേഷ്യം പിടിക്കരുത്, ഒരു പൂവനും ഒരു പെടയും നല്ല ലക്ഷണമൊത്ത ബാല്യക്കാരായ നാടൻ കോഴികളാ. മകൻ ഞെട്ടിപ്പോയി. 10-200 ചില്ലാനം കിലോമീറ്റർ ആ ബസ്സിൽ പോകേണ്ടത്, പോരാത്തതിന് ആവശ്യത്തിന് ലഗേജും. എന്നാലും ഉമ്മയുടെ നിർബന്ധം കൊണ്ട് ആ പെട്ടിയുമായിട്ട് അവർ രണ്ടുപേരും കൂടെ പോരുകയാണ്. ബസ്സിൽ കയറി. ഏറ്റവും പുറകിൽ 2 സീറ്റ് കിട്ടി. സീറ്റിനടിയിൽ ഈ കോഴിപ്പെട്ടി ഒളിപ്പിച്ചു. ബസ് പുറപ്പെട്ടു. ബസ് ഓരോ ഹമ്പിൽ കയറുമ്പോഴും കോഴികൾ പേടിച്ച് ശബ്ദം ഉണ്ടാക്കി. യാത്രക്കാരെല്ലാം നോക്കി. എന്നിട്ട് അവര് പറഞ്ഞു, ഏതോ അണ്ണാച്ചികള് കോഴിയെ പിൻസീറ്റിൽ വെച്ചിട്ട് മുൻസീറ്റിൽ പോയി ഇരിക്കുക. ഇടയ്ക്ക് ഒരു സീറ്റ് ഒഴിഞ്ഞപ്പോൾ മകൻ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ അവിടെ പോയി ഇരുന്നോളാൻ. അപ്പോ ഉമ്മ ഇരുന്ന സ്ഥലത്ത് മറ്റൊരാൾ വന്നിരുന്നു. നിർഭാഗ്യം എന്റെ കൂടപ്പിറപ്പ് എന്നാണ് കഥാകൃത്ത് പറയുന്നത്. കാരണം അത് അദ്ദേഹത്തെ പരിചയമുള്ള ഒരു ഗവേഷണ വിദ്യാർത്ഥിയായിരുന്നു. കോഴികളുടെ കരച്ചിൽ അയാളും
കേൾക്കുന്നതിൽ കഥാകൃത്ത് അസ്വസ്ഥനാകുന്നു. എന്തായാലും തൃശ്ശൂരെത്തി. വീട്ടിലെത്തി കഴിഞ്ഞ് ഉമ്മ കോഴികളെ പുറത്തെടുത്ത് അവയ്ക്ക് വെള്ളം കൊടുത്തു. എന്നിട്ട് ഉമ്മയുടെ ആ വലിയ സ്വപ്നം പറഞ്ഞു. ആ സ്വപ്നം ഞാൻ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ തന്നെ വായിക്കാൻ വെച്ചു. ഞാൻ 2 കോഴികളിൽ നിന്നും 10-25 എണ്ണത്തിന് വിരിയിച്ചുണ്ടാക്കും. കാട്ടിൽ നിന്ന് കുറുക്കന്റെ അനക്കം കേൾക്കുമ്പോൾ കൊക്കരിച്ച് ഈ നാടിനെ ഒന്നാകെ അവ ഉണർത്തും. മെഷീൻ കോഴിക്ക് കാണാനുള്ള ഭംഗിയേ ഉള്ളൂ. നാടൻ കോഴി അങ്ങനെയല്ല. അത് അടയിരിക്കുമ്പോൾ അതിന്റെ കുഞ്ഞുങ്ങൾക്ക് എന്തെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ടെന്നാ നിന്റെ വിചാരം? പെട്ടെന്ന് ഉമ്മ ഏതോ ഓർമ്മയിൽ സ്തംഭിച്ചു നിന്നു. സന്ദർഭത്തിന് ഒട്ടും യോജിക്കാത്ത വിധം എന്തോ മറന്നു നഷ്ടപ്പെട്ടതുപോലെ അവർ ഒരൊറ്റ പൊട്ടിക്കരച്ചിൽ. റബ്ബുൽ അലമീനായ തമ്പുരാനെ, നിന്റെ മക്കളെ ഞാൻ നീന്തല് പഠിപ്പിച്ചില്ലല്ലോ. ഇതോടെ കഥ അവസാനിക്കുകയാണ്. അപ്പൊ ഇതില് അല്ല സാറേ, ഇതില് ഉള്ള ആ ദുഃഖകരമായ കാര്യം ഒരു 2 വരിയിൽ മാത്രം 2 സ്ഥലത്തേ ഉള്ളൂ. ബാക്കിയെല്ലാം ആ നാട്ടിൻപുറത്തെ നല്ല സൗഭാഗ്യമുള്ള ജീവിതമാണ് നമ്മൾ കാണുന്നത്. മറ്റേ കൂടെ പറഞ്ഞു വന്നിട്ട് നമുക്ക് പറയാം. അടുത്ത കഥ തഹസീൽദാരുടെ അച്ഛൻ തകഴി ശിവശങ്കരപിള്ള എഴുതിയ കഥയാണ്. അത് തകഴിയെ കുറിച്ച് ഞാനൊന്നും പറയണ്ടല്ലോ. നിങ്ങളുടെ തകഴിക്കാരനാണ്, എൻ്റെ അച്ഛന്റെ ആത്മമിത്രമാണ്. പിന്നെ അദ്ദേഹമാണ് നമ്മുടെ മലയാളം മുഖം കാണുന്നില്ല. അപ്പൊ ഈ കഥയില് ഒരു കർഷകന്റെ മകനാണ് തഹസിൽദാരാകുന്നത്. തഹസിൽദാരായി കഴിഞ്ഞിട്ട് ഈ അച്ഛൻ കൃഷിക്കാരനാണ്. ഞങ്ങളുടെ അമ്പലപ്പുഴ തകഴിയിലുള്ള കൃഷിക്കാരനാണ്. ആ തഹസിൽദാരുടെ വീട്ടിൽ പോയി നിൽക്കണമെന്നാണ് അച്ഛന് ആഗ്രഹം. അപ്പോ മകൻ കൊണ്ടുപോകുന്നു. പക്ഷെ മകന്റെ ഭാര്യ പേഷ്കാരുടെ ഭാര്യയാണ്. അവർക്ക് ഇദ്ദേഹത്തിന്റെ രീതികളൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അദ്ദേഹത്തിന് അവരുടെ രീതികളും. അവിടെ അദ്ദേഹത്തിന് ഭക്ഷണം പോലും കിട്ടാത്ത അവസ്ഥ ഉണ്ടാകുന്നു. അപ്പൊ അത് അദ്ദേഹം മകനോട് പറയുന്നില്ല. പറഞ്ഞാല് അവന്റെ മനസ്സ് വേദനിക്കുമല്ലോ എന്നാണ് അച്ഛന്റെ വിചാരം. ഈ ഭാര്യ പറയുന്നത് കേട്ട് അച്ഛനെ ശകാരിക്കാനായിട്ട് മകൻ പലപ്പോഴും ചെല്ലാറുണ്ട്. ചെല്ലുമ്പോഴൊക്കെ മകന്റെ മനസ്സിൽ അച്ഛൻ കൊടുത്ത വാത്സല്യം എല്ലാം ഓർമ്മ വരും. അപ്പൊ പറയാനുള്ള ഒന്നും പറയാതെ പോകും. അങ്ങനെ അവിടെ അദ്ദേഹം താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊച്ചുമക്കളെ എടുത്ത് താലോലിക്കാൻ പോലും അദ്ദേഹത്തിന് അനുവാദമില്ല. അനുവാദമില്ലെന്ന് പറഞ്ഞാൽ ഈ മകന്റെ ഭാര്യ അവിടെ വന്ന് ഇടപെടും. എന്നിട്ട് കൊച്ചുങ്ങളെ കൊണ്ടുപോയി കുളിപ്പിക്കും അദ്ദേഹം എടുത്തതിന്. എന്നിട്ട് അദ്ദേഹത്തിന്റെ മുഖത്തെ തുപ്പല് അവരുടെ മുഖത്ത് പറ്റി എന്നൊക്കെ പറയും. അപ്പോ തഹസിൽദാർ പറയും, ആ തുപ്പൽ എൻ്റെ മുഖത്ത് ഒരുപാട് പറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് ഒരു കുഴപ്പവും വന്നിട്ടില്ല. അപ്പൊ അവര് പറയും, എന്നാ ഞാൻ ഇവിടുന്ന് മാറി താമസിക്കാവുന്നു. അങ്ങനെ പറഞ്ഞ് അവസാനം അവിടുത്തെ ഒരു കാര്യസ്ഥൻ, ആ കാര്യസ്ഥൻ അച്ഛനോട് പറയുന്നു, അച്ഛനെ അങ്ങ് വീട്ടിൽ കൊണ്ടുവാക്കാൻ മകൻ പറഞ്ഞിട്ടുണ്ടെന്ന്. അത് മകൻ പറഞ്ഞിട്ടാണോ ഈ ഭാര്യ അയാളെ കൊണ്ട് പറയിപ്പിച്ചതാണോ എന്നറിയില്ല. അത് കേൾക്കുമ്പോഴേക്കും ഇദ്ദേഹം വളരെ വേദനിക്കുന്നു. അച്ഛനോട് ഒരിക്കലും മകൻ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്, നാട്ടിലൊരു പെങ്ങളെ വീടുണ്ടല്ലോ, അവിടെ അച്ഛൻ പോയി നിൽക്കാവോ, ഞാൻ എല്ലാം ചെലവും ഞാൻ തരാമെന്നൊക്കെ. അപ്പൊ അച്ഛൻ പറയുന്നു, വേണ്ട, എനിക്ക് അവിടെ പോയി നിൽക്കണ്ട, എനിക്ക് നിന്റെ കൂടെ നിന്നാ മതി, എനിക്ക് എൻ്റെ കൊച്ചുമക്കളെ കണ്ടുകൊണ്ട് നിന്നാ മതി എന്ന് പറയും. പക്ഷെ ഇവിടുത്തെ അസ്വസ്ഥതകൾ കാരണം അദ്ദേഹത്തിന് മുറിക്ക് പുറത്തിറങ്ങാനുള്ള സ്വാതന്ത്ര്യം പോലും നിഷേധിക്കപ്പെടുന്നു. അദ്ദേഹം ഒരു ഭ്രാന്തനെ പോലെ ആകുന്നു. ഒരു ദിവസം അച്ഛൻ ഭാര്യ പറഞ്ഞ തലേണമന്ത്രം എല്ലാം കേട്ട് അച്ഛനോട് എന്തോ പറയാനായിട്ട് മകൻ ചെല്ലുമ്പോൾ അച്ഛനെ അവിടെ കാണാനില്ല. നാട്ടിൽ ചെത്തിരക്കുമ്പോ അവിടെയും എത്തിയിട്ടില്ല. അപ്പോ മകൻ ഭാര്യയോട് ചോദിക്കുന്നു, എടി രാക്ഷസി, എൻ്റെ അച്ഛൻ എവിടെ? ഇങ്ങനെ കഥ അവസാനിക്കുന്നു. ഇതാണ് തകഴിയുടെ കഥ, തഹസീൽദാരുടെ അച്ഛൻ.
താങ്ക് യു സാബു സാർ. കഥ രണ്ടും തീർന്നു. ഓക്കെ, റോയ് സാർ സ്റ്റാർട്ട് ചെയ്യാമോ? മോഹന മാം. ആദ്യം പറയാനൊരു മടി, എന്നാലും നല്ല രണ്ട് കഥയാണ് മാഡം പറഞ്ഞത്. രണ്ടും ഭയങ്കര എന്താ പറയാ തന്മയത്വമുള്ള കഥകളായിരുന്നു. ആദ്യത്തെ ആ ഉമ്മ മനസ്സിൽ കുടുങ്ങി. കാരണം എന്നാന്ന് വെച്ചാൽ അവർ പറയുന്നത് ശരിയാണ്. മെഷീൻ കോഴികൾക്ക് യാതൊരു ബോധവും കാണിയല്ല. ഇങ്ങനെ എന്താ പറയാ പരുന്ത് വരുമ്പം മാറി നിൽക്കാനോ അല്ലെങ്കിൽ ചകഞ്ഞ് തിന്നാനോ ഒന്നും അറിയാൻ പറ്റിയല്ല. എല്ലാം അങ്ങനെ വാരി കൊടുക്കണമല്ലോ. അപ്പൊ ഇപ്പോഴത്തെ കുട്ടികളെ കാണുമ്പോൾ ചിലപ്പം ഒന്നോ രണ്ടോ പിള്ളേരെ ഇങ്ങനെ മൊബൈലൊക്കെ കാണിച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് വളർത്തുന്നത് കാണുമ്പോൾ ഞാൻ സാധാരണ പറയാറുണ്ട്, മെഷീൻ കോഴികളാണിത്, ബ്രോയിലർ കോഴികളാണ് എന്ന് ചില പിള്ളേരെ കാണുമ്പോൾ പറയാറുണ്ട്. അത് ഓർമ്മ വന്നു മാഡം ആദ്യത്തെ കഥ വായിച്ചപ്പോൾ. നല്ല എന്താ പറയാ ബഷീറിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള എഴുത്താണ് ആദ്യത്തെ കഥ. ബഷീറിന്റെ അല്ലല്ലോ, പക്ഷെ ബഷീറിന്റെ ആണോ എന്ന് തോന്നും. ബഷീറിന്റെ ഒരു രീതിയും എല്ലാം അതിൽ കാണുന്നുണ്ട് ശരിക്കും. രണ്ടാമത്തെ കഥ സാധാരണ സംഭവിക്കുന്നതാണ്. ഇപ്പം കല്യാണം കഴിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ അച്ഛനെയും അമ്മയൊന്നും പറ്റിയില്ല. ആൺകുട്ടികളും മിക്കവാറും ആ ഭാര്യമാരുടെ കൂടെ കൂടുകയാണ് സാധാരണ ചെയ്യാറ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ അങ്ങേര് ആ മകൻ കിടന്ന് കഷ്ടപ്പെടുവാണ്. അവസാനം അച്ഛന് മതിയായി. എപ്പോഴും നമ്മുടെ നാട്ടിലെ അച്ഛന്മാർക്കും അമ്മമാർക്കും ആമക്കളുടെ വീട്ടിൽ പോയി നിൽക്കാനാണ് താല്പര്യം. പക്ഷെ സുപ്രീം കോടതി അടുത്ത് പറഞ്ഞു ആമക്കൾക്കും പെൺമക്കൾക്കും ഒരുപോലെ ഉത്തരവാദിത്വമുണ്ട്. അതുപോലെ തന്നെ എപ്പോഴും ആൺമക്കളെക്കാളും നല്ലത് പെൺമക്കളാണ് മക്കളെ നോക്കാൻ, അച്ഛനെ അമ്മയെ നോക്കാൻ. അവർക്കാണല്ലോ അച്ഛനോടും അമ്മയോടും ഒരു മനസ്സിലൊരു സഹഭാവം അല്ലെങ്കിൽ സഹതാപവും അവരുടെ ഓർമ്മകളൊക്കെ അച്ഛനും അമ്മയും അനുബന്ധിച്ചുള്ള ഓർമ്മകളൊക്കെ അവർക്കല്ലേ ഉണ്ടാവുക പെൺമക്കൾക്ക്. അങ്ങനെ സുപ്രീം കോടതി ഈയിടെ പറഞ്ഞു. പക്ഷെ എന്നാലും നമ്മുടെ നാട്ടിലുള്ള കാരണവന്മാർക്കൊക്കെ പെൺമക്കളുടെ വീട്ടിൽ പോയി നിൽക്കുമ്പോൾ ഒരു അന്യൻ്റെ വീട്ടിൽ പോയി നിൽക്കുന്ന ഒരു ഫീലുണ്ട് അവരുടെ ഉള്ളിൽ. അതുകൊണ്ട് ആ ഒരു സംഗതി ഇവിടെ നടന്നു വരാൻ താമസം പിടിക്കും. ആ ഫീലും ഉണ്ട്. പിന്നെ ശരിയാണ് ഉദ്ദേശിക്കുന്നത്. എപ്പോഴും പ്രാധാന്യം ആണുങ്ങൾക്ക് കൊടുക്കുന്നതുകൊണ്ടുണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. ഒരു കുടുംബത്തിലെ പ്രാധാന്യം ആണുങ്ങൾക്ക് അങ്ങേരുടെ വീട്, അങ്ങേരുടെ ഭാര്യ മക്കളും എന്നുള്ള രീതിയിലേക്ക് ചുരുങ്ങുന്നതുകൊണ്ടാണ്. ഇപ്പം പെൺകുട്ടികളും ജോലി ചെയ്യുന്നത് കൊണ്ട് ആ ഒരു രീതിയൊക്കെ ഒന്ന് മാറി വരേണ്ടതാണ്. നല്ല അവതരണമായിരുന്നു. നന്നായിട്ട് മാഡം പറഞ്ഞു. അത് ഹൃദയത്തിൽ തട്ടുന്ന രീതിയിൽ തന്നെ പറഞ്ഞു. നന്നായി പറഞ്ഞു. താങ്ക് യു മാഡം. താങ്ക് യു സർ. താങ്ക് യു. ഇനി ആരായുള്ള റോയ് സാർ കേൾക്കാമോ? കുമാർ സാർ. റോയ് സാർ പറയും. മാഡത്തിന്റെ ആദ്യത്തെ കഥ മെഷീൻ കോഴിയെ ആണ് നല്ലതെന്ന് പറഞ്ഞ അവസാനം നാടൻ കോഴിയാണ് നല്ലത് എന്ന് മനസ്സിലാക്കി തരുന്ന ഒരു കഥയായിരുന്നു അത്. അപ്പോൾ അതിനിടയിൽ കുറെ കാര്യങ്ങൾ ഞാൻ കണ്ടു. അതായത് ബാർഗെയിൻ ചെയ്യുന്ന സമയത്ത് വാങ്ങുന്നവരാണ് വിലയിടേണ്ടത് എന്ന് ഉമ്മ പറയുന്ന ഒരു കാര്യം. അത് പല സ്ഥലത്തും അത് പ്രത്യേകിച്ച് എടുത്തു കാണിച്ചു. പിന്നെ നബീസ, കരിനാക്കി നബീസ, അത് ഈ കാലഘട്ടങ്ങളിലും പണ്ടും ഒക്കെ ഉള്ളതാണ്. ചില ആൾക്കാർ ചില കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫലിക്കുമെന്ന് തോന്നുന്ന ഒരു ഭാഗം. ആ കരിനാക്ക് കൊണ്ടാണ് മക്കള് ബോട്ടിൽ പോയി ഇപ്പോൾ അപകടം ഉണ്ടായത്. അതിൽ നിന്നാണ് അവരത് പറഞ്ഞത്. പിന്നെ കാർപ്പറ്റ് കച്ചവടക്കാരനായ കരീമ ഒരു കഥാപാത്രമാണ് ഇതിനകത്ത്.
അതുപോലെ അതും ഈ പറഞ്ഞ പോലെ ഉമ്മ ബാർഗെയിൻ ചെയ്ത് 30 രൂപയ്ക്ക് വാങ്ങിച്ചു. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ പ്രായോഗിക അറിവ് കൊണ്ട് നേടുന്ന ഒരു ഉമ്മയാണ് ഇതിനകത്തെ കഥാനായിക ഉമ്മ. അപ്പോൾ മകൻ തൃശ്ശൂര് തൃശ്ശൂർ പോയി കഴിഞ്ഞ് അവിടുന്ന് നാടൻ കോഴിയെ ബസ്സിൽ കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ വളരെ സരസമായ രീതിയിൽ അവതരിപ്പിച്ചു. അതൊക്കെ ഒരു നടന്ന സംഭവം പോലെ തന്നെ തോന്നുന്ന ഒരു സാഹചര്യമായിരുന്നു മുഴുവൻ. അത് കഥയിൽ വളരെ അതിൻ്റെ പ്രസന്റേഷൻ നന്നായിരുന്നു മാഡത്തിൻ്റെ. പിന്നെ ഈ മെഷീൻ കോഴി, അതായത് ബോയിലർ ചിക്കൻ അല്ല, മെഷീൻ കോഴിയേക്കാളും നല്ലത് നാടനാണ് എന്ന് പറഞ്ഞാണ് കഥ ഒരു അവസാനം. പക്ഷേ അവിടെ പെട്ടെന്നാണ് ഈ ഒരു കാര്യം പറഞ്ഞത്, ഏതാ നീന്തൽ പഠിപ്പിക്കേണ്ടതായിരുന്നു എന്ന്. അത് മക്കളുടെ ഈ ബോട്ടപകടത്തിൽ മരിച്ച മക്കൾക്ക് നീന്തൽ അറിയാൻ മേലായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതുകൊണ്ട് അപ്പൊ അതും കൂടി പഠിപ്പിക്കേണ്ടതായിരുന്നു എന്ന ഒരു കുറ്റബോധം ഉമ്മയിലുണ്ടായി. ഏതായാലും ഈ കഥ നന്നായിട്ട് പ്രസന്റ് ചെയ്തു. അത് കേൾക്കാനും ഒക്കെ ഒരു ഇമ്പം ഉണ്ടായിരുന്നു. പിന്നെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ പ്രായോഗിക ജ്ഞാനം കൊണ്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായി ഈ കഥാകൃത്ത് ഇതിനകത്ത് അവതരിപ്പിച്ചു. ഇത് ഒട്ടും ചോർന്നു പോകാതെ നമ്മളിലേക്ക് സ്നേഹലത മാഡം ഷെയർ ചെയ്യുകയും ചെയ്തു. പിന്നെ രണ്ടാമത്തെ കഥ എന്ന് പറയുന്നത് ഒരു സാധാരണ തകഴിയുടെ കഥയാണ് എന്ന് പറഞ്ഞാലും അതിനകത്ത് ഒരു ചെറിയ കാര്യം പറയുന്നുണ്ട്. വിവാഹം എന്ന് പറയുന്നത് ഒരേ ഇതിലുള്ളവരായാൽ നന്നായിരിക്കുമെന്ന് തോന്നുന്ന ഒരു സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ അവര് മറ്റുള്ള രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഏതായാലും മക്കളെ വിവാഹം കഴിക്കുമ്പോൾ സംഭവിക്കാവുന്ന ചില കാര്യങ്ങൾ ഇന്നതൊക്കെയാണ് എന്ന് ഒരു മുൻകൂട്ടി മനസ്സിലാക്കി തരുന്നതിന് മാതാപിതാക്കളെ തയ്യാറാക്കുന്ന ഒരു കഥയായിട്ടാണ് ഉണ്ടാവുന്നത്. എത്രയൊക്കെ ആയാലും കഥയുടെ പ്രസന്റേഷനും കഥ പ്രസന്റേഷനും വളരെ നന്നായി സ്നേഹലത മാഡം അവതരിപ്പിച്ചു. ഇത്രയും പറയാനുള്ളൂ. ഓക്കെ, താങ്ക് യു സർ. ആദ്യം തന്നെ സ്നേഹലത മാഡത്തിന് വളരെയേറെ നന്ദിയും സന്തോഷവും അറിയിക്കുന്നു, അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. താങ്ക് യു സർ. അത് ഞാൻ ഞാന് രണ്ടാമത്തെ തഹസീൽദാരുടെ അച്ഛനെ കേൾക്കാൻ പറ്റുള്ളൂ. തഹസീൽദാരുടെ അച്ഛൻ കേട്ടപ്പോൾ പിന്നെ സ്നേഹലത മാഡം ഇതിനു മുമ്പ് അവതരിപ്പിച്ച കഥകളിൽ നിന്നൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. വളരെ അനായാസം കഥ ഒരു വലിയ മസിൽ പിടിച്ചോ ബലം പിടിച്ചോ ഒന്നും പറയുന്നില്ല. വളരെ അനർഗളമായി പറയുന്നു എന്നുള്ളതാണ് ഇതിന്റെ അഭിനന്ദനത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതായി ഞാൻ കാണുന്ന കാര്യം. പിന്നെ എഴുത്തുകാരന്റെ രണ്ടുപേരുടെ ആണല്ലോ കഥകൾ. പിന്നെ ഇനിയും കഥയിലേക്ക് വന്നാൽ, ആദ്യത്തെ കഥ മാഡം അവതരിപ്പിച്ചത് ഞാൻ കേട്ടില്ലെങ്കിലും ഇവിടുത്തെ വിശദീകരണക്കാർ പറഞ്ഞതിൽ നിന്നും എനിക്ക് കഥ മനസ്സിലായി. ഈ നാടൻ കോഴിയെയും ബ്രോയിലർ ചിക്കനെയും താരതമ്യം ചെയ്തുകൊണ്ടുള്ള ഒരു സാരോപദേശം സമൂഹത്തിന് നൽകാനാണ് കഥാകാരൻ ശ്രമിച്ചിട്ടുള്ളത്. അതിൻ്റെ അകത്ത് വന്നു പോയിട്ടുള്ള കുറെ കഥാപാത്രങ്ങളുണ്ട്. ഈ പാത്ര സൃഷ്ടി നടത്തിയിരിക്കുന്നത് തികച്ചും കലാപരമായിട്ടാണ്. അതെല്ലാം സംഗതവുമാണ്. ഇന്ന് ഒരുപക്ഷെ ഈ രണ്ടു തരം കോഴികളുടെ സ്വഭാവം
അതിൻ്റെ വ്യത്യസ്തതകൾ പല രീതിയിൽ ഈ കാലത്തിനനുസരിച്ച് ആളുകളെ പഠിപ്പിക്കാൻ സാധിക്കും. അതിലൊരു ഭാഗമാണ് ഓമന ടീച്ചർ പറഞ്ഞത്. തീർച്ചയായിട്ടും അതിൻ്റെ ഗുണപാഠ കഥ ആളുകൾക്കെല്ലാം നല്ലത് തന്നെയാണ് എന്ന് പറയുന്നു. രണ്ടാമത്തത്, ഇന്ന് ധാരാളം തഹസീൽദാർമാരുടെ അച്ഛൻ ലോകത്തിൽ ഉണ്ട്. ഇതിന്റെ ഒരു വിലയിരുത്തൽ നടത്താൻ എന്നെക്കാളധികം പറ്റുന്നത് ഇതിൻ്റെ അകത്തുള്ള കൗൺസിലർമാർക്കാണ്. പക്ഷെ ഞാനിതിലൊരു ആശയക്കുഴപ്പമുള്ള ഒരാളാണ്. രണ്ട് തലമുറയാണ്. ഒന്ന് ഈ അപ്പന്റെ ഒരു തലമുറ കുറച്ച് പ്രായമൊക്കെ ആയിക്കഴിഞ്ഞു, വന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് കുറച്ച് ഉണ്ട്. അപ്പൊ ഇതിലെ ആരുടെ ജീവിതത്തിനാണ് കൂടുതൽ പ്രാധാന്യം? ആരുടെ സന്തോഷത്തിനും ആരുടെ സന്തോഷം കീപ്പ് ചെയ്യുകയുമാണ്. മറ്റേടിക്ക് നമുക്ക് പറയാൻ പറ്റും രണ്ടു കൂട്ടരുടെയും സന്തോഷം കീപ്പ് ചെയ്യണം. അതിന് വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള വ്യക്തിത്വങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും അത് സാധിക്കുക തന്നെ ചെയ്യും. എന്നാൽ ഇത്തരം ഇവിടെ ക്രിയേറ്റ് ചെയ്തതുപോലെയുള്ള പ്രശ്നം കുടുംബങ്ങളിൽ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് ഒരു ഫ്രിക്ഷൻ ഉണ്ടാകപ്പെടുന്നത്. അപ്പോൾ ഈ പുതിയ തലമുറയുടെ കുടുംബനാഥൻ, യുവാവ്, അവനാണ് ഒരു സംഘർഷ ഭൂമിയിലെത്തുക. എന്ത് ചെയ്യണം? അവന്റെ കുടുംബത്തിന് പ്രാധാന്യം നൽകണ്ടേ? അപ്പൊ അപ്പന്റെ അപ്പന്റെ ഇനിയുള്ള ബാക്കിയുള്ള കുറച്ചു കാലത്തെ ജീവിതത്തിന് പ്രാധാന്യം നൽകിയാൽ ഇത് ജീവിതകാലം മുഴുവനിലേക്കും കട്ടപ്പുകയാണ്. എന്ത് ചെയ്യും? ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും, ഓരോരുത്തരും അവരവരുടെ കുടുംബ ജീവിതത്തിന് പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നെങ്കിൽ, അതായത് സന്തോഷവും സമാധാനവുമാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ ഒരുപാട് വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകേണ്ടി വരും. അങ്ങനെ വരുമ്പോ എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട്, ചില ആളുകൾ നമ്മൾ വിളിക്കും അവനൊരു പെങ്കോന്തനാണ് എന്ന് വിളിക്കും. യഥാർത്ഥത്തിൽ അവിടെ ഏറ്റവും സൂട്ടായത് പെൺകോന്തനാകുന്നതാണ്. എങ്കിൽ അവന് സ്വസ്ഥമായി ജീവിക്കാനായിട്ട് പറ്റും. ഭാര്യ പറയുന്നതെല്ലാം കേൾക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ പോകുമ്പോൾ അത് അവരുടെ ലൈഫ് വളരെ സ്മൂത്തായിട്ട് പോകും. അവിടെ ഇടങ്കോലൊന്നും ഇടുന്നില്ല, അവനെ ബ്ലോക്ക് ചെയ്യുന്നില്ല, അവൻ പറയുന്നതിന് എതിരൊന്നും നിൽക്കുന്നില്ല. പക്ഷേ പേരൻസിന്റെ കാര്യത്തിലേക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നതെങ്കിൽ ഇതൊരു വിഷമവൃത്തമാണ്. ഇവിടെ എന്താ ചെയ്യേണ്ടത്? ആരാരെയാണ്? രണ്ടാളെയും പിണക്കാതെ ഒരിക്കലും ജീവിക്കാൻ രണ്ടുപേരെയും കൂടെ ഒരേ സമയം ഈ രണ്ട് വള്ളത്തിലും കൂടെ കാലുവെച്ച് ഇത്തരം സാഹചര്യങ്ങളിൽ പറ്റില്ല. അപ്പോൾ അപ്പന്റെ ഭാഗത്തുനിന്ന് എന്ത് ചെയ്യണം? അത് അപ്പൻ ചെയ്യുകയും അതൊരു ധാരണയിലെത്തുക തന്നെ ചെയ്യണം. ഇല്ലെങ്കിൽ ഇനിയിപ്പോ ഇവൻ അപ്പന്റെ പക്ഷത്തേക്ക് നിന്നാൽ ഇന്ന് തുടങ്ങി ഇവന്റെ ജീവിതകാലം മുഴുവനും പോയി, മൊത്തം ജീവിതവും പോയി. അത്തരം സാഹചര്യങ്ങളിലാണ് ഇതൊക്കെ പെട്ടത്. അവിടെ ഞാനിപ്പം പ്രായോഗികമായി ചിന്തിച്ച് പറയാറുണ്ട്, പെങ്കോന്തനായാലാ നല്ലതെങ്കിൽ നീ അങ്ങ് പെങ്കോന്തനായിക്കോളുക, നിനക്കെങ്കിലും സുഖം കിട്ടും. മറ്റേ പാർട്ടി ഇച്ചിരി ആളോടെ കഴിയുമ്പോ എങ്ങനെങ്കിലുമൊക്കെ മരിച്ചുള്ളൂ. അപ്പൊ അതിനു മുമ്പ് തന്നെ ഈ ഇപ്പം വളർന്നുകൊണ്ടിരിക്കുന്ന വൃദ്ധരായ ആളുകൾ മനസ്സിലാക്കണം, ഇവരുടെ ജീവിതത്തിന് അവർ പ്രാധാന്യം നൽകട്ടെ. ഞാൻ ഒരു വിലങ്ങുതടിയാകാൻ പാടില്ല എന്ന് ബോധപൂർവം വിചാരിച്ചാൽ കുറച്ച് ലഘൂകരിക്കാനായിട്ട് പറ്റുകയും ചെയ്യുമെന്ന് എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട്. ഞാൻ ഈ പറയുന്നതാണ് ഇതിന്റെ റെമഡി എന്നൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ ഓമന ടീച്ചർ പറഞ്ഞ ഒരു കാര്യം, പെമ്മക്കളുടെ വീട്ടിലേക്ക്
പിന്നെ അപ്പന്മാര് വന്ന് നിൽക്കുന്നില്ല, സ്വാഭാവികമായും വരില്ല. ഇവിടെ ഇയാൾ ഉണ്ടാക്കിയ വീട്, ഇയാളുടെ സമ്പത്ത്, ഇയാളുടെ പ്രോപ്പർട്ടി കടന്നിട്ട് ഇതാണ് ഗതിയെങ്കിൽ പിന്നെ തന്റെ മകളെ കെട്ടിയ ആളിന്റെ സ്വഭാവം എന്താന്ന് അറിഞ്ഞുകൂടല്ലോ. അവന്റെ അടുത്ത് ഒരു 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 പോയിട്ട് എന്റേതല്ലാത്ത ഒരിടത്ത് അവനത് സാധിക്കത്തില്ല. ഒരു പുരുഷന് പലപ്പോഴും പല പുരുഷൻ, അല്ലെങ്കിൽ അവിടെ ഈ ആള് വളരെ പ്രധാനിയായിട്ട് വാഴുന്ന ആളായിരിക്കണം ഈ മകള്, അല്ലെങ്കിൽ ഈ മകൻ വളരെയേറെ കെയറിങ് മൈൻഡുള്ള നല്ല മനസ്സിന്റെ ഉടമയായിരിക്കും. വളരെ അപൂർവം പേർക്കൊക്കെ അങ്ങനെ കാണത്തുള്ളൂ. സ്വന്തം അപ്പനെ അമ്മയെ നോക്കാനായിട്ട് പഠിക്കുന്നവരാണ് ഏറെ ആളുകൾ. അപ്പൊ പിന്നെ ഭാര്യയുടെ അപ്പനെ നോക്കുക എന്ന് പറയുന്നത് ഇല്ലെന്ന് പറയുന്നില്ല, ഉള്ളവരെ എനിക്കറിയാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലാണ് അപ്പന്മാരെ എന്നാണേലും ഇവിടെ തന്നെ കിടക്കുന്നതാണ് നല്ലതെന്ന് വിചാരിച്ചു പോകുന്നത്. തീർച്ചയായിട്ടും ഇത് നൽകുന്ന പാഠം എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നത് ഇത്തരം കേസുകള് ഇനിയുള്ള കാലത്തെക്കുറിച്ച്, വാർദ്ധക്യത്തെക്കുറിച്ച് എല്ലാവർക്കും പഴയ കുടുംബസങ്കല്പത്തിലെ തോന്നലുകളൊന്നും എല്ലായിടത്തും സൂട്ടാകില്ല. പറ്റിയാൽ ഏറ്റവും ബെസ്റ്റ്, ഇല്ലെങ്കിൽ വാർദ്ധക്യകാലം ചിലവഴിക്കാനായിട്ടുള്ള നല്ല വഴികൾ വേറെ കുറെ കൂടി പ്രായോഗികമായി കണ്ടെത്തി വെക്കണം എന്നാണ് അതിനുള്ള എൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു മറുപടി പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു. ഇന്നത്തെ ദിവസം ഏറെ ധന്യമായി. ടീച്ചറിന് വളരെ ഏറെ വീണ്ടും നന്ദി. താങ്ക് യു സർ. താങ്ക് യു. ഇനി ആരാ പറയാനുള്ള? നാം കേട്ടില്ലെന്ന് തോന്നുന്നു അല്ലെ? ഷിഹാബ് കേട്ടല്ലോ? സർ. ഹലോ സർ, ഓഡിബിൾ ആണോ? ആ പറയൂ. സബു സാറേ, ഞാൻ ആക്ച്വലി വയനാട്ടിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന വഴിയിലാണ്, വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇടയ്ക്ക് ചായ കുടിക്കാൻ നിർത്തിയപ്പോഴാണ് നമ്മുടെ ലിങ്ക് കണ്ടത് വാട്സാപ്പ് തുറന്നപ്പോ. അപ്പൊ ഞാൻ കയറിയപ്പോ സ്നേഹലത മാഡത്തിന്റെ രണ്ടാമത്തെ കഥയാണ് എനിക്ക് കേൾക്കാൻ പറ്റിയത്, തഹസിൽദാരുടെ അച്ഛൻ. അപ്പോ സ്നേഹലത മാഡം വളരെ നന്നായിട്ടാണ് അത് അവതരിപ്പിച്ചത്, കൃത്യമായിരുന്നു. അതുപോലെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നു. എന്തായാലും മാഡത്തിന് നന്ദി, ഒരു നല്ല പ്രസന്റേഷൻ ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് പലരും അഭിപ്രായം പറയുന്നത് കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഞാനും ഒരു അഭിപ്രായം പറയാണ്. എന്റേതല്ല, അത് സൈക്കോളജി പറയുന്നതാണ്. നമ്മുടെ കുട്ടികള്, അതായത് വാർദ്ധക്യകാലത്ത് മാതാപിതാക്കളെ മക്കൾ ഉപേക്ഷിക്കുന്നതിന്റെ പ്രധാന കാരണം, കുട്ടികൾക്ക് പ്രത്യേകിച്ചും അവരുടെ ചെറിയ പ്രായത്തിൽ അവർക്കൊരു ബോണ്ടിങ് ക്രിയേറ്റ് ചെയ്യേണ്ട ആദ്യത്തെ 8-10 വയസ്സിന്റെ ഉള്ളില് കൃത്യമായിട്ടുള്ള ഒരു ബോണ്ടിങ് മാതാപിതാക്കൾക്ക് കുട്ടിയോട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്തതിന്റെ ഫലമാണ് വാർദ്ധക്യത്തിൽ ഉപേക്ഷിച്ചു പോകുന്നതിന്റെ ഒരു പ്രധാന കാരണം എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പലപ്പോഴും നമ്മൾ ഈ ഓടുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ടായിരിക്കും. ഈ കുട്ടിയുടെ ബെസ്റ്റിന് വേണ്ടിയിട്ടും ഈ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ രാപ്പകലില്ലാതെ അധ്വാനിക്കുന്നത്. അച്ഛനും അമ്മയൊക്കെ ജോലിക്കാരായിരിക്കും, രണ്ടുപേരും ജോലിക്ക് പോകുന്നുണ്ടാവും. അപ്പോൾ കുട്ടിയുടെ അടുത്ത് സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്ന സമയം കുറവായിരിക്കും. വൈകുന്നേരം വീട്ടിലെത്തുമ്പോഴേക്കും ആകെ ക്ഷീണിച്ച അവസരമായിട്ടൊക്കെ ആയിരിക്കും. അപ്പോൾ കുറച്ച് സമയം കുട്ടികളുടെ കൂടെ കിട്ടാറുള്ളൂ. മാത്രമല്ല, അതും തന്നെ അവർ കഥ പറയണമെന്ന് പറഞ്ഞു ആഗ്രഹിക്കുന്ന സമയത്ത് നമുക്കൊരു കഥ പറഞ്ഞു കൊടുക്കാനോ, അവരൊരു പാട്ട് പാടിത്തരണം എന്ന് പറയുന്ന സമയത്ത് ഒരു പാട്ട് പാടി കൊടുക്കാനോ, അവരോടൊപ്പം ആന കളിക്കാനോ ഒന്നും നമുക്ക് സമയം കിട്ടാറില്ല. സ്വാഭാവികമായിട്ടും ഈ കുട്ടി മനസ്സിലാക്കിയെടുക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. പണമാണ് പ്രധാനം എന്നുള്ളതും കരിയറും പണമൊക്കെയാണ് പ്രധാനം എന്നുള്ള ഒരു ചിന്താഗതി വളരെ ചെറിയ പ്രായത്തിൽ ഇത്തരം കുട്ടികളിൽ രൂപപ്പെടുന്നു എന്നാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അവരവരുടെ സാമ്പത്തിക സുരക്ഷിതത്വവും അതുപോലെ കരിയർ ഗ്രോത്തും ഒക്കെ തേടി മാതാപിതാക്കളെയൊക്കെ ഉപേക്ഷിച്ച് മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നു, അല്ലെങ്കിൽ നല്ല ജോലിക്ക് വേണ്ടിയിട്ട് മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിൽ ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ സൈക്കോളജി പറയുന്നത് ആസ് എ പാരന്റ് ഇറ്റ്സ് അവർ റെസ്പോൺസിബിലിറ്റി എന്നുള്ളതാണ്.
നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മുടെ കുട്ടികൾ. നമ്മുടെ വാർദ്ധക്യത്തിൽ നമ്മളോടൊപ്പം അവരുണ്ടാവണമെങ്കിൽ അവരുടെ ചെറിയ പ്രായത്തിൽ നമ്മൾ അവർക്ക് വേണ്ടി സമയം കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോ സുപ്രീം കോടതി ഈ അടുത്തിടെ കേരള ഹൈക്കോടതി ഒക്കെ പുറപ്പെടുവിച്ച വിധി ഉണ്ടായിരുന്നല്ലോ, മാതാപിതാക്കളുടെ സ്വത്ത് ശരിക്കും തിരിച്ചെടുക്കാനുള്ള അവകാശമൊക്കെ എഴുതി വെക്കുന്നതൊക്കെ ലീഗലി നമ്മളത് മുമ്പത്തെ ഇതിലൊക്കെ സബ്ജക്റ്റിൽ അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ അതാണ് അതിൽ എനിക്ക് പറയാനുള്ള ആഡ് ചെയ്യാനുള്ള ഒരു പോയിന്റ്. മറ്റൊന്നുള്ളത്, ശരിക്കും സത്യത്തിൽ ഇതൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് തന്നെയാണ്. മരുമകളും അമ്മായിയമ്മ അല്ലെങ്കിൽ അതുപോലെ ഭർത്താവ് ഇവരൊക്കെ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പിൻ്റെതാണ് ഒന്ന്. മറ്റൊന്ന് ജാതീയമായ അല്ലെങ്കിൽ ഉന്നതമായ വ്യത്യാസങ്ങൾ, കുലമഹിമയിലുള്ള വ്യത്യാസങ്ങളൊക്കെ ഇതിന്റെ ഒരു ഘടകമാണ്. പക്ഷെ അത് നിലവിൽ കേരളത്തിൽ നമുക്കറിയാം, നമ്മൾ കാണുന്ന ഒരു 80% കല്യാണങ്ങൾ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും കൊല്ലത്തിന്റെ ഇടയിൽ പങ്കെടുത്ത കല്യാണങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, നമ്മൾ കണ്ടത് മുഴുവൻ ജാതി കല്യാണങ്ങളാണ്. നിങ്ങൾ പങ്കെടുത്തതിൽ 80%, ഒരുപക്ഷെ 90% കല്യാണങ്ങളും ജാതി കല്യാണങ്ങൾ മാത്രമായിരിക്കും. ഒരേ ജാതിയിൽപ്പെട്ടവർ, വളരെ റെയറായിട്ട് വ്യത്യസ്ത ജാതിയിൽപ്പെട്ടവരുടെ കല്യാണത്തിലൊക്കെ പങ്കെടുക്കാൻ നിങ്ങൾക്ക് യോഗം ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. പ്രത്യേകിച്ചും ഒരു നായർ അല്ലെങ്കിൽ ഒരു ബ്രാഹ്മണിക്കൽ ആ രീതിയിലുള്ള ആളുകളുടെ നിന്ന് മാറിയിട്ട് SC/ST-കാരുമായിട്ടൊക്കെ നടക്കുന്ന കല്യാണങ്ങളൊന്നും നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും പങ്കെടുത്തിട്ടുണ്ടാവില്ല. മേ ബി ഒരു പക്ഷേ ഒരു തവണയൊക്കെ ആയിരിക്കും പങ്കെടുത്തിട്ടുണ്ടാവുക. സോ നമ്മുടെ അതേ നിലവാരത്തിലുള്ള അതേ കുടുംബാന്തരീക്ഷത്തിൽ നിന്നും അല്ലെങ്കിൽ അതേ ജാതീയമായ ചിന്താഗതിയിൽ നിന്ന് വരുന്ന ആളുകളൊക്കെ തന്നെയാണ് ഇപ്പോഴും ഈ കുടുംബത്തിനകത്തേക്ക് വന്നു ചേരുന്നത്. നിങ്ങൾ പത്രത്തിലെ പരസ്യമൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ, മുഴുവനായിട്ടും വളരെ ജാതീയമായ ചിന്താഗതികളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നമ്മൾ ഇപ്പോഴും കുടുംബം രൂപപ്പെടുത്തുന്നതും കുടുംബ സംവിധാനങ്ങളെ രൂപപ്പെടുത്തുന്നതൊക്കെ. അതിനകത്തു നിന്നൊക്കെ മാറി ചിന്തിക്കാൻ നമ്മൾ പുറത്തിറങ്ങി വിപ്ലവം പറയുമെങ്കിലും സ്വന്തം കുടുംബത്തിലേക്ക് വരുമ്പോ നമ്മൾ കല്യാണം ആലോചിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഓരോ സന്ദർഭത്തിലും നമ്മളത് കൃത്യമായിട്ടും നമ്മുടെ ആ ഒരു ജാതീയമായ വേർതിരിവുകളെ പാലിച്ചുകൊണ്ട് തന്നെയാണ് നമ്മളൊക്കെ മുന്നോട്ട് പോകാറുള്ളത്. അത് പല രംഗത്ത് നമുക്കത് കാണാൻ പറ്റും. അതിപ്പോ ഞാൻ തുടക്കത്തിൽ ബ്രാഹ്മണര് അല്ലെങ്കിൽ നായർ എന്ന് പറഞ്ഞത് അത് ഹിന്ദുക്കളെ മാത്രം ഉദ്ദേശിച്ചിട്ടല്ല, എല്ലാ മതവിഭാഗങ്ങളിലും തീർച്ചയായിട്ടും ജാതീയത ഉണ്ട്. ഓരോന്നിലും എല്ലാ വിഭാഗത്തിലും ജാതീയമായ വേർതിരിവുകളുണ്ട്. അതിപ്പോ ക്രിസ്ത്യാനികൾക്കിടയിലുണ്ട്, മുസ്ലിങ്ങൾക്കിടയിലുണ്ട്. സാധാരണ ആളുകൾ മുസ്ലിങ്ങൾക്കിടയിൽ ജാതീയത ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകരിക്കാൻ ഭയങ്കര പ്രയാസമായിരിക്കും. പക്ഷെ ഇത്തരം വൈജാത്യങ്ങൾ മുസ്ലിങ്ങൾക്കിടയിലും ഉണ്ട്. അവർ പലതരം കമ്മ്യൂണിറ്റികളുണ്ട്. അവരവരുടെ കമ്മ്യൂണിറ്റികളിൽ നിന്ന് മാത്രമേ കല്യാണം കഴിക്കുകയുള്ളൂ, ബന്ധങ്ങൾ സൃഷ്ടിക്കുകയുള്ളൂ. അതുപോലെ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നതൊക്കെ അവരുടെ ആ ഒരു ലെവലുള്ള ഒരു കമ്മ്യൂണിറ്റികളിൽ മാത്രമാണ്. അപ്പോ അതും ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. പിന്നെ ഈ ആദ്യത്തെ കഥ എനിക്ക് കേൾക്കാൻ പറ്റിയിട്ടില്ല. ഞാനത് കഴിഞ്ഞിട്ടാണ് ജോയിൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ അതിനെ കുറിച്ചിട്ട് ഇവരൊക്കെ പറഞ്ഞു കേട്ടതിൽ നിന്നും അതായത് അതിനെ വിലയിരുത്തിയവരുടെ വാക്കുകൾ മാത്രമാണ് ഞാൻ അതിൽ കേട്ടിട്ടുള്ളത്. അപ്പൊ അതിനെ കുറിച്ച് ഞാൻ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. സോ ഇവിടെ എൻ്റെ ഒരു കാഴ്ചപ്പാട്, തീർച്ചയായിട്ടും അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഞാൻ ഒന്നും കൂടെ ഒന്ന് ആവർത്തിച്ചു പറയാണ്. അത് കഥാപാത്രങ്ങൾക്കിടയിൽ നമുക്കിടയിലും ഇത്തരം ബന്ധങ്ങളുടെ വിളിച്ചകളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറഞ്ഞ് ആളുകളെ ബോധ്യപ്പെടുത്താനും മനസ്സിലാക്കിയെടുക്കാനും ഒക്കെ കഴിയും. കൗൺസിലേഴ്സിനും സൈക്കോളജിസ്റ്റുകൾക്കൊക്കെ ഈ രംഗത്ത് വളരെ വലിയ റോളുകളുണ്ട്, മുമ്പ് സാറ് പറഞ്ഞ പോലെ. അപ്പോൾ ഇത്രയാണ് എനിക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളത്. വൺസ് അഗെയിൻ സ്നേഹലത ടീച്ചർ വളരെ നല്ല പ്രസന്റേഷൻ ആയിരുന്നു. വളരെ ഇമോഷണൽ ആയിട്ടാണ് എനിക്കത് നിങ്ങൾ പ്രസന്റ് ചെയ്യുന്നപ്പോൾ തോന്നിയത്. വളരെ ടച്ചിങ് ആയിരുന്നു. താങ്ക് യു. താങ്ക് യു സർ. ഈ സാറ് പോയോ? ഷിഹാബ് സാറ് പോയിക്കളഞ്ഞോ? ഇല്ല ഉണ്ട്, ഞാനുണ്ട്, പറഞ്ഞോളൂ. പോയോ? പോയിട്ടില്ല. സാബു സാറിനെ ആണോ എന്നെയാണോ? ഞാൻ മ്യൂട്ട് ചെയ്തതായിരുന്നു. ഇപ്പൊ പറഞ്ഞ
അതെ 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 അതെ. ആ ഞാൻ പറഞ്ഞതിൽ ആദ്യം പറഞ്ഞ ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ, അതായത് അവൈലബിലിറ്റി, മാതാപിതാക്കന്മാരുടെ കുട്ടികളോടൊപ്പമുള്ള അവരുടെ അവൈലബിലിറ്റിയുടെ അഭാവത്തിൽ സ്നേഹം ലഭിക്കാതെ കൊണ്ടാണ് വരുന്നത് എന്ന് സൈക്കോളജി പറയുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സൈക്കോളജി അങ്ങനെ പറയുന്നുണ്ട്. ആ പറച്ചിലിനെയും തത്വത്തെയും ഒരു വിധത്തിലും എതിർക്കാൻ പറ്റില്ല. എന്നാൽ അങ്ങനെ അതിപ്പോ ഈ കാലയളവിലൊരു ഇച്ചിരൂടൊക്കെ വലിയ മുന്തിയ ഫാമിലി വലിയ ഉദ്യോഗസ്ഥരായിട്ടുള്ളവര് ഇച്ചിരൊക്കെ വലിയ ലെവലിൽ ജീവിക്കുന്ന ആളുകളിലാണ്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥർ അവൈലബിലിറ്റിയുടെയും അങ്ങനത്തെ ഒക്കെയുള്ള സംഗതികൾ വളരെ. എന്നാൽ ഞാനിതല്ലാതെ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരുപാട് ഒരെണ്ണമൊന്നുമല്ല, നിരവധി കുടുംബങ്ങളുണ്ട്. അവര് നല്ല സ്നേഹലാളനയിലും വളരെ അടിച്ചു കളിച്ച് സ്വന്തം പോലെ ഒന്നിച്ച് ജീവിച്ച ആളുകളാണ്. അത്ഭുതപ്പെടുത്തുന്നെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് വിവാഹ ശേഷമാണ് ഇവര് തമ്മില് ഈ പറയുന്ന ധാരണ വശയിലേക്ക് വരുന്നത്. അപ്പനെയും അമ്മയും ഉപേക്ഷിക്കുന്ന, അല്ലെങ്കിൽ വേണ്ടവണ്ണം പരിചരിക്കാത്ത, വീട് വിട്ടുപോയിരിക്കുന്ന ഒക്കെ ആളുകളെ എനിക്കറിയാം. അപ്പൊ അതെങ്ങനെയാണ് അതിനെ വിലയിരുത്താൻ പറ്റുക? ഈ സൈക്കോളജി അവിടെ മാറ്റാകുന്നില്ല. ഞാനിത് സാറ് പറഞ്ഞപ്പോ ഞാനും അങ്ങനെയൊക്കെ ചിന്തിക്കുകയും പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. നമ്മള് ക്ലാസ്സൊക്കെ എടുക്കുമ്പോ കുട്ടികളോടൊക്കെ സ്നേഹത്തിലും കുറെ അധികം ചേർന്നും ഇരുന്നും ഒക്കെ നമ്മള് അവർക്ക് സ്വീകാര്യമായിക്കൊണ്ട് പെരുമാറണം ഒക്കെ വളരെ ശരിയാണ്. പക്ഷെ വളരെ സൂപ്പറായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നവരാണ്. അതാണ് ഞാൻ അത്ഭുതപ്പെടുത്തുന്നു എന്ന് പറയുന്ന സംഗതി. എന്നാൽ പിൽക്കാലത്ത് ഇവര് ഇത് എന്താണ് ഇങ്ങനെ മാറിയത് എന്ന് നമ്മളെ ചിന്തിപ്പിച്ചിട്ടുണ്ട്. അവിടെയാണ് ഞാൻ പിന്നെ അവസാനം വിലയിരുത്തുന്നത്, ആയിക്കോട്ടെ അവരുടെ ഇനിയുള്ള ഇവരുടെ ജീവിതമെങ്കിലും സ്വസ്ഥമായി അവരങ്ങ് പോട്ടെ. വളരെ സാധാരണക്കാരും വളരെ വലിയ പ്രൗഢിയിലൊന്നും ജീവിച്ചവരുടെ കഥയല്ല ഈ പറയുന്നത്. മറ്റത് പറഞ്ഞത് കുറെ കൂടെ ഒക്കെ ലെവൽ വ്യത്യാസം വന്നവരുടെയാ. ഓക്കെ സാർ, എനിക്കതൊന്ന് കമന്റ് ചെയ്യണമെന്ന് തോന്നി പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ ഓക്കെ, മനസ്സിലായി. താങ്ക് യു. സാബു സർ. സാർ ഇല്ലേ? ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും പിന്നെ അഭിപ്രായം പറയാനുണ്ടോ ഇതിൻ്റെ അകത്ത്? താല്പര്യപ്പെടുന്ന ആരെങ്കിലും? ബീന ഉണ്ട്, ജിയോ ഉണ്ട്, നസീം ടീച്ചർക്ക് വേണേ പറയാം, വിൻസെന്റ് ജോസ്. എല്ലാവരും ഇത്രയും എന്തെങ്കിലും ആൾക്കാർ. പറയുന്നത് നന്നായിരിക്കും കേട്ടോ. അവതരണം കേട്ടില്ല സാറേ. സമകാലീന പ്രശ്നമായിട്ടുള്ളൊരു രണ്ട് കഥകളാണെന്ന് മാത്രം മനസ്സിലായുള്ളൂ. ഞാൻ ഫീഡ്ബാക്കിന്റെ സമയത്താണ് കയറിയത്. അപ്പോ സാറിപ്പോ പറഞ്ഞതിൽ ഓവർ പാമ്പറിങ് അപകടമാണ്. അമിതമായിട്ട് കൊഞ്ചിക്കല് കുട്ടികളോട് ചെയ്യണ ഒരു ഉപദ്രവമാണ്. കാരണം കുട്ടി ചോദിക്കുന്ന എല്ലാ കളിപ്പാട്ടും എല്ലാ സാധനം മേടിച്ചു കൊടുക്കുമ്പോ അവനിഷ്ടമുള്ള ആരെങ്കിലും തെരുവിന്ന് കൊണ്ടുവന്നാ പോലും അത് എതിർത്ത് കഴിഞ്ഞാ അവൻ പിന്നെ ലോകശത്രുവായി മാറുന്ന കാലഘട്ടമാണ്. അപ്പൊ എല്ലാത്തിൻ്റെയും ഒരു മധ്യപാത സ്വീകരിക്കുന്നതാണ് സാറ് പറഞ്ഞതിൻ്റെ ഉത്തരം. അനാഥരായ കുട്ടികളും നല്ല നല്ല വളരുന്നുണ്ട്. അപ്പൊ കുട്ടി മനസ്സിലേക്ക് എടുക്കുന്ന ഭാവങ്ങളാണ് ചുറ്റുപാടുകളെ നല്ലോനും ചീത്തവനാക്കുന്നത്. അപ്പൊ ഒരു രക്ഷിതാവിൻ്റെ തന്നെ ഇരട്ട സഹോദരങ്ങള്, കള്ളുടിയനായ രക്ഷിതാവിൻ്റെ ഇരട്ട കുട്ടികള് മുഴുകുടിയനും ലോകം കണ്ട ഏറ്റവും നേതാവായ ചരിത്രം മനഃശാസ്ത്രം വിശകലനം ചെയ്യണ്ടായി. അപ്പോ ഏറ്റവും നല്ല നേതാവായ കുട്ടി സാമൂഹ്യ പ്രവർത്തകനാണ്. അവനോട് ചോദിച്ചപ്പോ അവൻ പറഞ്ഞത്, ഇങ്ങനെ എൻ്റെ അമ്മനെ ഉപദ്രവിക്കുകയും സാമൂഹ്യദ്രോഹിയായ അച്ഛൻ്റെ മകനായതുകൊണ്ട് ഇനിയൊരാളും ഇങ്ങനെ ആവരുന്ന് ഞാനൊരു ചലഞ്ച് എടുത്തിരുന്നു എന്നാണ്. മറ്റും പറഞ്ഞത്, ഇത്ര വൃത്തികെട്ട ഒരു മനുഷ്യന്റെ മകൻ
ഇങ്ങനെ ആയില്ലെങ്കിലല്ലേ അതിശയമുള്ളൂ. അപ്പൊ അതിന്റെ പിന്നില് അവന്റെ കൺസെപ്റ്റ്, അവനെടുക്കുന്ന തലം, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പോ ചർച്ച അങ്ങനെ പോണ്ടി വരും. അപ്പൊ എന്തായാലും തെറ്റ് ചെയ്യുമ്പോഴും ശരി ചെയ്യുമ്പോഴും കുട്ടിയെ സ്നേഹപൂർവം എന്തിനാണ് വഴക്ക് പറഞ്ഞതെന്നും എന്തിനാണ് അച്ഛനമ്മനെ നോക്കേണ്ടത്, കുറെ കാര്യങ്ങള് ഭക്ഷണം കൊടുക്കുന്നതിന്റെ ഒപ്പം തന്നെ വലിയ വലിയ ഫാന്റസി പറയാതെ റിയാലിറ്റി കുറേശ്ശെ കുട്ടികൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നുള്ള പുതിയ തലമുറയുടെ ഒരു ഉത്തരവാദിത്വം കൂടിയിട്ടാണ്. എനിക്ക് കിട്ടാത്ത എൻ്റെ മക്കൾക്ക് കിട്ടിക്കോട്ടെ എന്നുണ്ട്. വേണ്ടാത്തൊക്കെ മേടിച്ചു കൊടുത്ത് കുട്ടിയെ നാശാക്കുമ്പോ ആവശ്യമുള്ള കൊടുക്കാൻ വേണം. ഒരു ഇതൊന്നും ആലോചിക്കുന്നില്ല. ഇല്ലാത്തൊരവസ്ഥ വന്നാൽ അവര് വലിച്ചെറിയുന്നുള്ളത്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ തലണ മന്ത്രം എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഉറങ്ങുന്ന സമയത്ത് സാറേ ഒരു ആൽഫ സ്റ്റേറ്റിലാവും. ഈ അന്യ കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളാണ് ഈ ഭാര്യമാര്. അപ്പൊ അവര് അമ്മ അങ്ങനെ ഇങ്ങനെ കിടി വെച്ച് ഇവരിങ്ങനെ ഉറങ്ങിപ്പോണ നേരല്ലേ. അപ്പൊ എനിക്ക് തോന്നാറുള്ളതാണ് കേട്ടാ. എനിക്കറിയില്ല, എന്റെ വീട്ടിൽ എനിക്ക് അങ്ങനെ അനുഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്റെ സ്വന്തം വീട്ടിലും പല വീട്ടിലും എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അമ്മനൊക്കെ തഴഞ്ഞ് മാറ്റിയിടുമ്പോ നല്ല സ്ത്രീയായിരിക്കും അവര്. ഈ തലണ മന്ത്രം ഭയങ്കരമായിട്ട് ഇഫക്റ്റ് ചെയ്യുന്നു. ആ ആൽഫ സ്റ്റേറ്റിലേക്ക് പോകുമ്പോ ഈ കിടി വെച്ച് പറയണത് അത് അൺകോൺഷ്യസിലേക്ക് എടുത്ത് അമ്മ ശത്രുവായി മാറണതാണോന്ന് ദൂരെ നിന്ന് ചിന്തിക്കുമ്പോ എനിക്ക് തോന്നുന്നുണ്ട് സാറേ. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഥ കേൾക്കാത്ത എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. മാമിന്റെ കഥാവതരണം വളരെ നന്നായിരുന്നു. എല്ലാവരും ഫീഡ്ബാക്കിൽ നിന്ന് മനസ്സിലായി. രണ്ട് കഥയാണ്. ഒന്ന് തഹസിൽദാരുടെ മകൻ, മറ്റേ കഥയുടെ പേര് ഞാൻ എന്താ കഥ കാട്ടിലേക്ക് അയക്കരുത് അങ്ങനല്ലേ? ഓ കാട്ടിലേക്ക് അയക്കരുത് അങ്ങനെയല്ല മാം? ആ മാം കാട്ടിലേക്ക് അയക്കല്ലേ കുഞ്ഞ്, കാട്ടിലേക്ക് പോകല്ലേ കുഞ്ഞ്. കാട്ടിലേക്ക് പോകല്ലേ കുഞ്ഞ്. ശിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ്. അത് കേട്ടില്ല. കണ്ണൂരുകാരൻ. താങ്ക് യു മാം. താങ്ക് യു മാം. ഞാൻ വന്നു, ഞാൻ എയർപോർട്ടിലാ വന്നോണ്ടിരിക്കും, ദുബായ് എയർപോർട്ടിലാ. ഇനി ഞാനുള്ള നിസാർ സാറൊക്കെ പറഞ്ഞോ? ജോർജ് സാർ പറഞ്ഞോ? ജോർജ് സാർ പറഞ്ഞോ? ബീന മാം, ജോർജ് സാർ പറഞ്ഞല്ലോ അല്ലേ? സാറിന്റെ മോദി സന്തോഷം, പിന്നെ സന്തോഷം. ഇന്നാണോ മടക്കം? ഇന്ന് മടക്കമാണോ? ഇവിടെ ദുബായ് എയർപോർട്ടിൽ ഇരിക്കുക. എത്ര മണിക്കാ? അത് ഒരു മണിക്കൂർ കഴിഞ്ഞു. അകത്ത് കയറി അവരകത്ത് കയറ്റി. വെളുപ്പാങ്കാലം വീട്ടിൽ വരും. ഒരു മണിക്ക് അവിടെ കൊച്ചിയിൽ. ഓക്കെ മാം, താങ്ക് യു. എനിക്ക് അഭിപ്രായമൊന്നും പറയാൻ സമയം കിട്ടിയില്ല എങ്കിലും ഇപ്പൊ കഥ എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു ട്രേസ് മാം നേരത്തെ പറഞ്ഞായിരുന്നു എനിക്ക് സംശയം അല്ലേ? ഉണ്ടോ? ഏതോ ഒരു ചെറിയൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞിരുന്നു. നല്ല കഥയായിരുന്നു. ഈ പറഞ്ഞ പോലെ ഗൃഹാതുരത്വം തുളുമ്പുന്ന കഥ എന്നൊക്കെ പറഞ്ഞു അല്ലേ? വീടിന്റെയും കുടുംബ വീടിന്റെ ഒക്കെ ഓർമ്മകള്, സാഹചര്യങ്ങള്, പിന്നെ കോഴിയുടെ സ്വഭാവ വ്യത്യാസങ്ങളൊക്കെ പറയുന്നതെല്ലാം വളരെ നല്ല കഥ. ഓക്കെ, വേറെ ആരും പറയാനില്ലാന്ന് തോന്നുന്നു. ഓക്കെ, എങ്ങനെയാണെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നാളെ മൈൻഡ്ഫുൾ മെഡിറ്റേഷനെ മറ്റൊരു ടോപ്പിക്കും കൂടെ നമുക്ക് കേൾക്കാം. സോ സ്നേഹിതനാ, താങ്ക് യു വെരി മച്ച്. അതെ, ഒരു സാറിന്റെ കൺസിസ്റ്റൻസിയും ഡെഡിക്കേഷന് രണ്ട് കൈകൊണ്ട് സല്യൂട്ട്. സ്നേഹലമാടൻ കഥയെ കുറിച്ചൊന്നും പറഞ്ഞില്ല. വേറെ ഒന്നും സാർ, അത് എനിക്ക് ഈ കഥ വായിച്ചപ്പോ ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമ്മുടെ ഗ്രാമത്തില് ഉള്ളതാണ് ഇതെല്ലാം, ഈ കരുനാക്കും അതെല്ലാം. പിന്നെ ഇപ്പോഴത്തെ ഇതാണ് ഈ ഡോർ ടു ഡോർ ഡെലിവറിക്കാർ വരുന്നത്.
അത് അവരെയും വളരെ തന്മയത്വമായിട്ട് ഉമ്മ കൈകാര്യം ചെയ്യുന്നു. അവർക്ക് ഒരു വില കുറച്ച് വാങ്ങിക്കുന്നെങ്കിൽ അവരുടെ സാഹചര്യം മനസ്സിലാക്കുമ്പോൾ അവർക്ക് ആ 200 രൂപ അങ്ങ് കൊടുക്കുന്നു. അപ്പൊ ആ വരുന്ന ഡോർ ടു ഡോർ ഡെലിവറിക്കാരൻ കരഞ്ഞു പോകുന്നു. അതൊക്കെയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത്. പിന്നെ എഴുത്തുകാരന്റെ കാര്യം, ബഷീറിന്റെ കാര്യം പറഞ്ഞതുപോലെ ഉമ്മ പറയുന്നു, വീട്ടിൽ പിന്നെ കുറെ പ്രസിദ്ധി ഉണ്ടെങ്കിലും വീട്ടിൽ പട്ടിണിയാണെങ്കിൽ പിന്നെ എന്തുവാ. ആ മകന്റെ പടവും കഥയൊക്കെ കാണുമ്പോൾ ഉമ്മയ്ക്ക് സഹതാപ തോന്നുന്ന ഉമ്മ പറയുന്നത്. എഴുത്തുകാരന്റെ ദാരിദ്ര്യം ബഷീർ പറഞ്ഞിട്ടുള്ളത് പോലെ ഇതിലും ഉമ്മയുടെ വാക്കുകളിൽ കൂടെ നമുക്ക് മനസ്സിലാകുന്നു. പിന്നെ ആ ഉമ്മായും മോനും തമ്മിലുള്ള അടുപ്പം, അതെല്ലാം എന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ തകഴി ഞങ്ങളുടെ നാട്ടുകാരനാണ്, എൻ്റെ അച്ഛൻ്റെ സുഹൃത്താണ്. പിന്നെ തകഴിയുടെ കഥ വളരെ നല്ലതായിരിക്കുമല്ലോ എന്തായാലും. അത് ആ ജനറേഷൻ ഗ്യാപ്പ് അത് നല്ലതുപോലെ അദ്ദേഹം അതിനകത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഒന്നിച്ച് യാത്ര ചെയ്തിട്ടുണ്ട്, തകഴിയും ഞാനും അച്ഛനും കൂടെ. അപ്പോഴും എൻ്റെ പ്രശ്നങ്ങളൊക്കെ ഞാൻ പറയുമ്പോൾ തകഴി പറയും അതൊക്കെ ജനറേഷൻ ഗ്യാപ്പാണ്, അതൊന്നും ഇല്ലാന്ന്. അത് തന്നെ ഈ കഥയിൽ ഞാൻ കാണുന്നു. താങ്ക് യു സാർ, ഇത് അവതരിപ്പിക്കാൻ കഴിഞ്ഞതിന് ഒരുപാട് സന്തോഷം. ഈ കരിനാക്കനും കരിമൂക്കനൊക്കെ നാട്ടിൻപുറത്തുള്ളതാ. ആ കിണറ് കിണറ് താഴ്ത്തിയിട്ട് ഒരു പാറ എന്ത് ചെയ്തിട്ട് പൊട്ടുന്നില്ല. ഒടുവില് അവിടുത്തെ ആളുകൾ പറയും കരിനാക്കനെ കൊണ്ടുവരാൻ, പൊട്ടുന്നില്ല. അപ്പൊ ഇയാള് വന്നിട്ട് കൊലപാതകങ്ങള് കേരളത്തെ ഞടുക്കി. കേരളം വിറങ്ങലിച്ച് നിൽക്കുകയാണ്. നമ്മുടെ ഈ കരിനാക്കനെ കൊണ്ടുവന്നു മാം. അപ്പൊ ഇയാള് പറഞ്ഞു, അമ്പടാ നീ പുതപ്പ് മൂടി കിടക്കാണില്ലേ എന്ന് പറഞ്ഞിട്ട് നാട് മുഴുവൻ വിറച്ച് പാറ പൊട്ടിത്തെറിച്ച് വെള്ളം കുതിച്ച് ചാടിയ കഥയൊക്കെ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോ കേട്ടിട്ടുണ്ട്. അതുപോലെ വാഴത്തോട്ടം മുഴുവൻ അമ്പോ ഇത് ഇവിടെ തന്നെ വിളഞ്ഞതാന്ന് പറഞ്ഞിട്ട് ഒരു വാഴപ്പഴം കൊടുത്തോടിയ വാഴത്തോട്ടത്തിലെ വാഴ മൊത്തം നാശമായ കഥയൊക്കെ. താങ്ക് യു. അപ്പൊ സാറിന് എല്ലാ യാത്രാമംഗളങ്ങളും. താങ്ക് യു സാർ. എല്ലാവരും തന്ന പ്രോത്സാഹനത്തിന് ഒരുപാട് നന്ദി. താങ്ക് യു മാം.